പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 4ാം ക്ലാസ്സിലെ കേരള പാഠാവലി ഭാഗം 2-ലെ 6ാമത്തെ യൂണിറ്റിലെ എനിക്കൊരു മാമ്പഴം എന്ന പാഠമാണ്. ഓർമ്മകൾ ഉണരുമ്പോൾ കഴിഞ്ഞ കാലമൊക്കെ മറഞ്ഞിരിക്കുന്നുണ്ട് ഭാഷയിൽ. കഥകളും കവിതകളും മറ്റും വായിക്കുമ്പോൾ നമുക്കുള്ളിൽ അതെല്ലാം തെളിഞ്ഞു വരും. എനിക്കൊരു മാമ്പഴം. കാറ്റേ വാ കടലേ വാ, എനിക്കൊരു മാമ്പഴം തന്നേ പോ. എൻ്റെ ചെറുപ്പത്തിൽ, എൻ്റെ ജീവിതം തളിരായിരുന്നപ്പോൾ എന്നു പറഞ്ഞാൽ ഏതാണ്ട് 3/4 നൂറ്റാണ്ട് മുമ്പ് ഞങ്ങൾ കുട്ടികൾ ചൊല്ലിനടന്ന ഒരു നാടൻ പാട്ടാണിത്. 21ാം നൂറ്റാണ്ടിലെ കുട്ടികളായ നിങ്ങൾക്ക് അന്നത്തെ കാര്യങ്ങൾ അറിയാൻ കൗതുകം കാണുമല്ലോ, ഇല്ലേ? വൈക്കം താലൂക്കിൽ മുളക്കുളം എന്ന ഗ്രാമപ്രദേശത്താണ് എൻ്റെ വീട്. ചെമ്മനം എന്നത് വീട്ടുപേര്. പ്രകൃതിക്കിടയിൽ ഓടിക്കളിച്ചു കഴിഞ്ഞ ബാല്യകാലമായിരുന്നു ഞങ്ങളുടേത്. ഇന്നവിടെ എല്ലാ റബ്ബർ മരങ്ങൾ മാത്രം. 6 വയസ്സിലാണ് അന്ന് 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. അതിനു മുന്നം ആശാൻ പള്ളിക്കൂടത്തിലാണ് പഠനം. മിക്ക ദിക്കുകളിലും പേരുകേട്ട ആശാന്മാരുണ്ടാകും. പാകം ചെയ്തെടുത്ത കരിമ്പനയുടെ ഓലയിൽ നാരായം കൊണ്ട് ആശാൻ അക്ഷരങ്ങൾ എഴുതിത്തരുന്നു. ആ ആ ഈ ഈ എന്നിങ്ങനെ സ്വരാക്ഷരങ്ങളും കചടതപ ആദിയായ വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും കുട്ടി പഠിക്കുന്ന ക്രമമനുസരിച്ച് ഓലയിൽ എഴുതിത്തരും. തല്ലിമെഴുകിയ നിലത്ത് മണൽ വിരിച്ച് മണലിൽ വിരൽ കൊണ്ടാണ് എഴുത്ത്. എഴുതുന്നത് ഉച്ചത്തിൽ ചൊല്ലുകയും വേണം. ഉച്ചാരണശുദ്ധി ആശാൻ പ്രത്യേകം നിഷ്കർഷിക്കുന്ന കാര്യമാണ്. തെറ്റിച്ചാൽ ചെവി പൊന്നാക്കിയതു തന്നെ. മണൽ കൊണ്ടുപോകുന്നത് തേങ്ങയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന കുടുക്കയിലാണ്. അക്ഷരങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഓലപിടുത്തം എന്ന ചടങ്ങുണ്ട്. ഒരു കുട്ടി ഓല പിടിക്കുന്ന ദിവസം എല്ലാ കുട്ടികൾക്കും കോളാണ്. അവിൽ വിളയിച്ചതും ചക്കരക്കാപ്പിയും ഉറപ്പ്. ആൺകുട്ടികളുടെ വേഷം കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും ആയിരുന്നു. നിക്കർ അന്ന് ഗ്രാമാന്തരങ്ങളിൽ തല കാണിച്ചിട്ടില്ല. അതേസമയം പെൺകുട്ടികൾക്ക് അരപ്പാവാട സാധാരണമായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നാൽ ഓട്ടവും ചാട്ടവും പന്തുകളിയും ഗോലികളിയും കുളത്തിൽ ചാടി നീന്തലും മറ്റുമാണ് കുട്ടികൾക്ക്. ട്യൂഷൻ എന്നത് കേട്ടിട്ടുപോലുമില്ല. അവധി ദിവസത്തെ കാര്യം പറയാനുമില്ല. മലയിൽ പോയി കശുമാങ്ങ പറിച്ചു നിന്ന് വയറ് വീർപ്പിക്കും. കശുവണ്ടി ശേഖരിച്ചു വയ്ക്കും. കുരുമുളക് പറിക്കുമ്പോൾ താഴെ വീഴുന്ന തിരികളും മണിയുമെല്ലാം പെറുക്കിയെടുക്കുന്നത് പിള്ളേരുടെ അവകാശമാണ്. കശുവണ്ടിയും മുളകുമെല്ലാം വിറ്റുകിട്ടുന്ന കാശ് പിള്ളേർക്ക് തരും. അത് പള്ളിപ്പെരുന്നാളിന് ഉഴുന്നാടയും ഓറഞ്ചും മറ്റും വാങ്ങാനുള്ള സമ്പാദ്യമാണ്. ധനു മകരം മാസങ്ങളിലൊക്കെ ഭയങ്കര തണുപ്പാണ്. അതിരാവിലെ കരിയിലകൾ വാരിക്കൂട്ടി കത്തിച്ച് തീ കായുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെ. മാമ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. മധ്യവേനൽ അവധിക്കാലം പൊതുവേ മാമ്പഴക്കാലമാണ്. പറമ്പുകളിൽ നാട്ടുമാവും കോട്ടമാവും ഉണ്ട്. നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതാണ്, പുളി കൂടും, പഴുക്കുമ്പോൾ നല്ല മധുരവും. കോട്ടമാങ്ങ വലുതാണ്, പുളി കുറവും, സാമാന്യം നല്ല മധുരവും ഉണ്ടാവും. പുളിയും മധുരവുമെല്ലാം മാവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ട്. ചില നാട്ടുമാവിൻ്റെ മാങ്ങ ചെറുതായിരിക്കും. അതിൻ്റെ മാമ്പഴം തൊലി കളഞ്ഞ് വായിലിട്ട് ഈമ്പി ഈമ്പി തിന്നാവുന്നതേയുള്ളൂ. വലിയ നാട്ടുമാമ്പഴവും കോട്ടമാമ്പഴവും തൊണ്ടു ചെത്തി പൂളി തിന്നണം. പലരും തിന്നാൻ നോക്കി നിൽക്കെ ഒരാളാകും തൊണ്ടു ചെത്തുന്നത്. അതിനാൽ ആദ്യത്തെ പൂളിന് കൊതിപ്പൂള് എന്നായിരുന്നു പേര്. കൂടുതൽ ദശപ്പുള്ള അടുത്ത പൂളിന് പള്ളപ്പൂള് എന്ന് പറയുന്നു. അടുത്ത പൂള് മാങ്ങയുടെ ആകൃതി അനുസരിച്ച് വളഞ്ഞിരിക്കും. അതിനാൽ അതിൻ്റെ പേര് കോടാലിപ്പൂള് എന്നാകുന്നു. ഇങ്ങനെ എല്ലാ പൂളും പൂളിക്കഴിഞ്ഞാൽ നുറുക്കി തിന്നുന്നു. മാങ്ങാണ്ടി ദൂരേക്കെറിയുന്നു. ഹായ്, നാക്കിൽ വെള്ളം ഊറുന്നു. അതിരാവിലെ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും എഴുന്നേറ്റ് മാവിൻ്റെ ചുവട്ടിൽ വീണുകിടക്കുന്ന മാമ്പഴമെല്ലാം പെറുക്കി വീട്ടിൽ കൊണ്ടുപോകും. ഉച്ച കഴിഞ്ഞാണ് കൂടുതൽ കാറ്റും മാമ്പഴ വീഴ്ചയും. അതിനാൽ ഉച്ച തിരിഞ്ഞ് 2:30 മണിയാകുമ്പോഴേക്കും കുട്ടികളുടെ കൊതിയ സമാജം വരിക്കമാവിൻ്റെ ചുവട്ടിൽ കൂടും. ചില ദിവസം നല്ല കാറ്റൂതും. പെട്ടെന്ന് മാമ്പഴം കിട്ടും. ചില ദിവസം മാമ്പഴ വീഴ്ച തീരെ കുറവായിരിക്കും. മുകളിൽ ചോരക്കുടം പോലെ പഴുത്തു നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം. വലിയ ഇച്ഛാഭംഗമാണ് മനസ്സിൽ മാമ്പഴം വീഴാത്തതിൽ. അപ്പോൾ വലിയ പെങ്ങളും കൊച്ചു പെങ്ങളും ഞങ്ങളെ പറ്റിക്കാൻ പറഞ്ഞു തന്ന ചില സൂത്രവിദ്യകളുണ്ട് പ്രയോഗിക്കാൻ. അവരെ മൂത്ത ചേട്ടന്മാർ പറഞ്ഞു പറ്റിച്ചത് പകർന്നു കിട്ടിയതാണ്. പഴുത്ത 3 മാവില ചുവട്ടിൽ വീണ് കിടക്കുന്നതെടുത്ത് തലയിൽ വയ്ക്കണം. ഓരോരുത്തരും മാവിലകൾക്ക് മുകളിൽ മാമ്പഴത്തേക്കാൾ വലിയ ഓരോ കല്ലെടുത്ത് വയ്ക്കണം. എന്നിട്ട് 2 കൈകൊണ്ടും കല്ലിൽ പിടിച്ച് മാമ്പഴം വീഴുന്നതുവരെ ഈ പാട്ട് പാടിക്കൊണ്ട് മാവിന് ചുറ്റും നടക്കണം. കാറ്റേ വാ കടലേ വാ, എനിക്കൊരു മാമ്പഴം തന്നേ പോ.
ആറ്റേവാ കിളിയേവാ എനിക്കൊരു മാമ്പഴം കുത്തിയിടൂ. ചെലച്ചും കൊണ്ട് അണ്ണാനെ വന്ന് എനിക്കൊരു മാമ്പഴം കുലുക്കിയിടൂ. ചിലപ്പോൾ പെട്ടെന്ന് മാമ്പഴം വീഴും. കേവലം യാദൃശ്ചികതയാണ്. ഞങ്ങൾ ഇലയും കല്ലും എല്ലാം ഇട്ടിട്ടോടും. ആദ്യം പെറുക്കിയെടുക്കുന്നയാളാണ് കേമൻ. പിന്നെയും ഒരു മന്ത്രവാദം പോലെ പാട്ട് തുടരും. ചില ദിവസം എത്ര പാടിയാലും മാമ്പഴം വീഴുകയില്ല. ഞങ്ങൾക്കൊക്കെ സങ്കടമാവും. മാമ്പഴം വീഴുന്ന ദിവസം തുള്ളിച്ചാടി പാടുന്ന ഞങ്ങൾ മാമ്പഴം വീഴാത്ത ദിവസം ഏങ്ങിക്കരയുന്ന മട്ടിൽ അഭിനയിച്ചു പാടുമായിരുന്നു. കാറ്റും ആറ്റക്കിളികളും മെല്ലെ മെല്ലെ ചിലയ്ക്കുന്ന അണ്ണാനും എല്ലാം കൂടി പ്രകൃതി മനസ്സിൽ ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു എൻ്റെ ബാല്യകാലം. 87 കഴിഞ്ഞ് 88-ാം വയസ്സിൽ നിന്നുകൊണ്ട് ഇന്നോർക്കാൻ എന്ത് രസം എൻ്റെ ഓമനകളെ. മലയാള കവി ചെമ്മനം ചാക്കോ തൻ്റെ ബാല്യകാല അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഈ പാഠഭാഗത്തിൽ. പഠന പ്രവർത്തനങ്ങൾ നോക്കാം. നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠത്തിലെ കഥ പറച്ചിൽ രീതിയും ഇതിലെ രീതിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നക്ഷത്രങ്ങളിലേക്ക് മിഴി തുറന്നൊരാൾ എന്ന പാഠത്തിൽ ഒരാൾ മറ്റൊരാളുടെ അനുഭവമാണ് പറയുന്നത്. അതിൽ പ്രശസ്ത ഭൗതികശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതകഥയാണ് വിവരിക്കുന്നത്. എന്നാൽ എനിക്കൊരു മാമ്പഴം എന്ന ഈ പാഠഭാഗത്ത് പ്രശസ്ത കവി ചെമ്മനം ചാക്കോ തൻ്റെ തന്നെ അനുഭവം കഥയായി പറയുകയാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. കാറ്റേവാ കടലേവാ എന്ന പാട്ട് ഓരോ സന്ദർഭത്തിലും ഓരോ രീതിയിൽ പാടുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയെല്ലാം പാടാം? വ്യത്യസ്ത ഭാവങ്ങളിൽ കവിത ഒറ്റയ്ക്കും സംഘമായും ചൊല്ലി അവതരിപ്പിക്കൂ. അടുത്ത പ്രവർത്തനം നോക്കാം. 80-90 വർഷം മുമ്പുള്ള കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ജീവിച്ച കുട്ടിയുടെ ജീവിതമാണ് ചെമ്മനം ചാക്കോയുടെ ആത്മകഥയിലുള്ളത്. അക്കാലത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. പണ്ട് ആശാൻ പള്ളിക്കൂടങ്ങളാണ് ഉണ്ടായിരുന്നത്. അവിടെ മണലിൽ വിരൽ കൊണ്ടാണ് എഴുതി പഠിക്കുന്നത്. ഇന്ന് ഹൈടെക് സ്കൂളുകളാണ്. നോട്ട് ബുക്കുകളും കമ്പ്യൂട്ടറുകളും ടാബുകളും കുട്ടികൾ ഉപയോഗിക്കുന്നു. പണ്ട് ആൺകുട്ടികൾക്ക് കോണകവും ചുട്ടിക്കരയുള്ള ചെറിയ മുണ്ടും പെൺകുട്ടികൾക്ക് അരപ്പാവാടയും ബ്ലൗസും ആയിരുന്നു വേഷം. ഇന്ന് പാൻറ്റും ഷർട്ടും ചുരിദാറും സ്കൂൾ യൂണിഫോമുകളും കുട്ടികൾ ധരിക്കുന്നു. പണ്ട് കുളത്തിൽ നീന്തൽ, ഗോലികളി, പന്തുകളി, മാമ്പഴം പെറുക്കൽ, ഓട്ടം, ചാട്ടം, കല്ലുകളി തുടങ്ങിയവയായിരുന്നു കുട്ടികളുടെ വിനോദങ്ങൾ. ഇന്ന് വീഡിയോ ഗെയിമുകൾ, TV കാണൽ, മൊബൈൽ, ഇൻഡോർ ഗെയിമുകൾ എന്നിവയാണ് വിനോദങ്ങൾ. പണ്ട് നാട്ടുമാവുകളും പ്ലാവുകളും നിറഞ്ഞ കാടുകളും പറമ്പുകളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പറമ്പുകളിൽ ഭൂരിഭാഗവും റബ്ബർ തോട്ടങ്ങളോ കോൺക്രീറ്റ് കെട്ടിടങ്ങളോ ആയി മാറി. പണ്ട് അവൽ വിളയിച്ചത്, ചക്കരക്കാപ്പി, മാമ്പഴം, കശുമാങ്ങ തുടങ്ങിയ പ്രകൃതിദത്ത വിഭവങ്ങളായിരുന്നു ആഹാരം. എന്നാൽ ഇന്ന് ബേക്കറി പലഹാരങ്ങൾ, ഫുഡ് പാക്കറ്റിൽ കിട്ടുന്ന ലഘുഭക്ഷണങ്ങൾ, മുന്തിയ ഹോട്ടലുകളിലെ മറുനാടൻ ഭക്ഷണ വിഭവങ്ങൾ എന്നിവയാണ് ആഹാരം. കശുവണ്ടിയും കുരുമുളകും വിറ്റ് കിട്ടുന്ന ചെറിയ തുകയായിരുന്നു പണ്ട് കുട്ടികളുടെ സമ്പാദ്യം. ഇന്ന് മുതിർന്നവർ നൽകുന്ന പോക്കറ്റ് മണിയാണ് കുട്ടികളുടെ സമ്പാദ്യം.